ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിലേക്ക് ഞാൻ ഡാനിയലച്ചൻ നിങ്ങളെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നമ്മൾ ബാബിലോണിനെ കുറിച്ചുള്ള പഠനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ബൈബിളിലെ ബാബിലോൺ എന്ന പദം സൂചിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ 5 അർത്ഥതലങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൽ ബാബിലോണിനെ കുറിച്ചുള്ള വിവരണങ്ങളിലേക്ക് കടക്കുകയാണ്. 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം: 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരിക, സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന മഹാവേശ്യയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബൈബിൾ വായനയിൽ ഇതുവരെ ബാബിലോൺ എന്ന പദം 2 തവണയാണ് വന്നിട്ടുള്ളത്. 14-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ ദൂതൻ വിളിച്ചു പറയുന്ന ശബ്ദം നമ്മൾ കേട്ടു: മഹാബാബിലോൺ വീണുപോയി. രണ്ടാമതായി ബാബിലോൺ എന്ന വാക്ക് നമ്മൾ കണ്ടത് 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലാണ്. 7-ാമത്തെ ദൈവകോപത്തിൻ്റെ പാത്രം അന്തരീക്ഷത്തിൽ ഒഴിക്കപ്പെടുമ്പോൾ മഹാബാബിലോണിനെ ഈ ക്രോധത്തിൻ്റെ ചഷകം കുടിപ്പിക്കാൻ ദൈവം പ്രത്യേകം ഓർമ്മിച്ചു എന്നും നമ്മൾ കണ്ടു. ബാബിലോണിൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കി തരുന്നത് 17-ഉം 18-ഉം അധ്യായങ്ങളിലാണ്. ഈ 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന മഹാവേശ്യയുടെ ഐഡൻറ്റിറ്റി, അതാരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്ലൂ ആണ് സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന എന്ന പ്രയോഗം. ബാബിലോൺ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രദേശം എന്ന നിലയിൽ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ബാബിലോണിനെക്കുറിച്ച് പരാമർശിക്കുമ്പോഴെല്ലാം പ്രവാചകന്മാർ, പ്രത്യേകിച്ച് ജെറമിയ, സമൃദ്ധമായ ജലാശയങ്ങൾക്കരികെ വസിക്കുന്ന ബാബിലോൺ എന്ന പ്രയോഗം നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ജെറമിയ പ്രവചനം 51-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുക. അവിടെ കാണുന്നത് ജെറമിയ പറയുകയാണ് ബാബിലോണിനെക്കുറിച്ച്: സമൃദ്ധമായ ജലാശയങ്ങൾക്കരികെ വസിക്കുന്ന ബാബിലോൺ എന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ യോഹന്നാൻ സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന എന്ന് പറയുമ്പോൾ ഈ മഹാവേശ്യ യഥാർത്ഥത്തിൽ ബാബിലോണാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ക്ലൂ ആയിട്ട് അതിനെ കാണാം. ഇനി രണ്ടാമതായി നമ്മൾ ചോദിക്കേണ്ട ചോദ്യം: എന്തുകൊണ്ടാണ് ഈ മഹാനഗരത്തെ മഹാവേശ്യ എന്ന് വിളിക്കുന്നത്? ബാബിലോണിൻ്റെ 5 അർത്ഥങ്ങൾ വിവരിച്ചപ്പോൾ അത് ഒരു സെഡ്യൂസിങ് ഡീമോണിക് ഫോഴ്സാണ്, ഒരു വശീകരണ പൈശാചിക ശക്തിയാണ്, വശീകരിക്കുന്ന പൈശാചിക സ്വഭാവമുള്ള ഒരു അരൂപിയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അവളുടെ സെഡക്ഷൻ, വശീകരണം, ആ വശീകരണം കൊണ്ട് അവൾ ആരെയാണ് വഴിതെറ്റിച്ചത്? അത് കാണുന്നത് 2-ാമത്തെ വാക്യത്തിലാണ്. അവളോടുകൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു, അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. ബാബിലോൺ എന്ന സാമ്രാജ്യം യഥാർത്ഥത്തിൽ എല്ലാ വിധത്തിലുമുള്ള ലൗകികമായ ആഡംബരത്തിൻ്റെയും ലൗകിക സുഖത്തിൻ്റെയും ഒരു വശീകരണ സാമ്രാജ്യമായിരുന്നു. എന്നുവെച്ചാൽ ബാബിലോൺ കൈവരിച്ച ഭൗതികമായ നേട്ടങ്ങളും ബാബിലോണിൻ്റെ സാമ്പത്തിക പുരോഗതിയുമെല്ലാം ചുറ്റുമുള്ള ചെറിയ ചെറിയ സമൂഹങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് ഒരു വലിയ ആകർഷക ശക്തിയായി നിലകൊണ്ടു. അത് ബാബിലോണിനെ പോലെയാകാൻ പലരെയും പ്രേരിപ്പിച്ചു. ആത്മീയ ലോകത്തിലേക്ക് വരുമ്പോൾ ഈ ബാബിലോൺ അങ്ങനെ വശീകരിക്കുന്ന ഒരു മഹാവേശ്യയുടെ സ്വഭാവത്തിലാണ് എന്ന് അവതരിപ്പിക്കപ്പെടുന്നു. നമുക്ക് ഈ ആശയത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടാൻ യോഹന്നാൻ ഇവിടെ ആരെയാണ് ബാബിലോൺ എന്ന് സംബോധന ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാലേ പറ്റൂ. ഈ മഹാവേശ്യ എന്ന ഈ ബാബിലോൺ യോഹന്നാൻ ആരെ സംബോധന ചെയ്യാനാണ്, അല്ലെ ആരെക്കുറിച്ചാണ് ഉപയോഗിക്കുന്നത് എന്നതിൽ വ്യക്തത കിട്ടിയാലേ നമുക്ക് അവളുടെ വേശ്യാ സ്വഭാവം, അവളോടുകൂടി വ്യഭിചാരം ചെയ്ത
രാജാക്കന്മാർ ചെയ്ത പ്രവൃത്തി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. ഈ മഹാവേശ്യ റോമാണ്, റോമൻ സാമ്രാജ്യമാണ് എന്ന വിധത്തിലാണ് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കൂടുതൽ ശ്രദ്ധയോടെയുള്ള ഒരു വായനയും പഠനവും നമുക്ക് മനസ്സിലാക്കി തരുന്നത് യോഹന്നാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് റോമിനെ എന്നതിനേക്കാൾ അധികം ജെറുസലേമിനെ കുറിക്കാനാണ്. ബാബിലോൺ യോഹന്നാൻ്റെ മനസ്സിൽ, ഞാൻ വിശ്വസിക്കുന്നു, അവിശ്വസ്തയായ ജെറുസലേമാണ്. നാഥനെ തള്ളിപ്പറഞ്ഞ് വിജാതീയരുമായി ബാന്ധവം രൂപപ്പെടുത്തിയ ജെറുസലേമിനെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ തിരസ്കരിച്ച യഹൂദ ജനതയെ സൂചിപ്പിക്കാൻ ആകണം യോഹന്നാൻ ഈ ബാബിലോൺ എന്ന മഹാവേശ്യ എന്ന പ്രയോഗം ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു വാദത്തിന് ഉപോത്ബലകമായും ആധാരമായും ചില വാദഗതികൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, പഴയ നിയമത്തിൽ പ്രവാചക പാരമ്പര്യത്തിൽ, ഉദാഹരണത്തിന് യേശയ്യ, ജെറമിയ, എസക്കിയേൽ, ഹോസിയ തുടങ്ങിയ പ്രവാചകന്മാർ ഉടമ്പടി ബന്ധം, ദൈവത്തോടുള്ള ഉടമ്പടി ബന്ധം ഉപേക്ഷിച്ച് വിഗ്രഹങ്ങളിലേക്കും വിഗ്രഹാരാധനയിലേക്കും അന്യജനതകളുടെ ജീവിത രീതികളിലേക്കും വഴിതെറ്റിക്കപ്പെട്ട യഹൂദ ജനത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴൊക്കെ യഹൂദർ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത, യൂദായും ഇസ്രായേലും ചെയ്ത പ്രവൃത്തിയെ, ആ വിഗ്രഹാരാധനയെ വ്യഭിചാരമായിട്ടാണ് പലപ്പോഴും വിവരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും, ബാബിലോണിനെ മഹാവേശ്യയായി ഉപമിക്കുമ്പോൾ അവളോടുകൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായ യൂദ, ഇസ്രായേൽ അല്ലെങ്കിൽ ജെറുസലേം അന്യദേവന്മാരുടെ രാജാക്കന്മാരെന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് അന്യദേവന്മാരെയാണ്. അന്യദേവന്മാരുമായി ബന്ധത്തിലേർപ്പെട്ട് അവരുടെ കൂടെ വിഗ്രഹാരാധന എന്ന വ്യഭിചാര പാപം ചെയ്തു. ഈ അർത്ഥത്തിൽ അതിനെ കാണുന്നതാണ് കുറെ കൂടി യോഹന്നാൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യാഖ്യാനം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 3-ാമത്തെ വാക്യം, ആ ദൂതൻ ആത്മാവിൽ എന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു. ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും 7 തലയും 10 കൊമ്പും കടും ചുമപ്പ് നിറമുള്ളതുമായ ഒരു മൃഗത്തിൻ്റെ മേൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. ഇനി യോഹന്നാന് ദൈവദൂതൻ ഈ സ്ത്രീയെയും അവൾ കയറിയിരിക്കുന്ന ആ മൃഗത്തെയും യോഹന്നാന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞ 7 തലയും 10 കൊമ്പും കടും ചുമപ്പ് നിറമുള്ളതുമായ ഒരു മൃഗത്തിൻ്റെ മേലാണ് ആ സ്ത്രീ ഇരിക്കുന്നത്. അവൾ ഇരിക്കുന്നതായിട്ട് പറയുന്ന ആ മൃഗം വെളിപാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെ നമ്മൾ കണ്ട കടലിൽ നിന്ന് കയറി വന്ന ആ മൃഗമാണ്. അത് നമ്മൾ പറഞ്ഞിരുന്നു, അത് എതിർക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. യോഹന്നാൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ അത് സൂചിപ്പിച്ചത് റോം എന്ന രാഷ്ട്രീയ അധികാരത്തെയാണ്. എന്തുകൊണ്ടാണ് ഈ മൃഗത്തിൻ്റെ മുകളിൽ ജെറുസലേമിൻ്റെ പ്രതീകമായ ഈ മഹാവേശ്യ ഇരിക്കുന്നത്? യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്നതിനും ആദിമസഭയെ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ പീഡിപ്പിക്കുന്നതിനും ജെറുസലേമിന് അല്ലെങ്കിൽ യൂദാജനത്തിന് റോമുമായി, വിജാതീയരായ റോമാക്കാരുമായി ഒരു അവിശുദ്ധ ബാന്ധവം ഉണ്ടായിരുന്നു. ജൂസ് മെയ്ഡ് ആൻ അൺഹോളി അലയൻസ് വിത്ത് റോം ടു പെർസെക്യൂട്ട് ജീസസ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ്. അതുകൊണ്ടാണ് ഈ മൃഗത്തിൻ്റെ മുകളിൽ ഈ സ്ത്രീ ഇരിക്കുന്നതായി ദൂതൻ യോഹന്നാനെ കാണിച്ചു കൊടുക്കുന്നത്. ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞ മൃഗമാണ്. കാരണം നമുക്കറിയാം, റോമൻ ചക്രവർത്തിമാർ യഹൂദൻ ദൈവദൂഷണം എന്ന് കരുതിയിരുന്ന ദൈവ പദവി ആ രാജാക്കന്മാർ സ്വയം എടുത്തിരുന്നതാണ്. അത് യഹൂദനെ സംബന്ധിച്ച് ദൈവദൂഷണമാണ് മനുഷ്യൻ ദൈവമായി സ്വയം കരുതുന്നത്. ഇനി 4-ാമത്തെ വാക്യത്തിൽ ആ സ്ത്രീ ധൂമ്രവും കടും ചുമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതയുമായിരുന്നു. ഈ വസ്ത്രത്തിൻ്റെ വിവരണവും നമ്മൾ ഈ സ്ത്രീയുടെ ഐഡൻറ്റിറ്റി ജെറുസലേമാണെന്ന് ഉറപ്പിക്കുന്നതിന് നമ്മളെ സഹായിക്കും. എന്താണ് ഈ വസ്ത്രത്തിൻ്റെ വിവരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ധൂമ്രവും കടുംചുമപ്പും നിറമുള്ള വസ്ത്രം, അത് സൂചിപ്പിക്കുന്നത് പഴയ നിയമത്തിലെ പ്രധാന പുരോഹിതൻ്റെ വസ്ത്രത്തിൻ്റെ വിവരണത്തോട് ബന്ധമുള്ളതായിട്ടാണ്. അതുപോലെ തന്നെ
ആ പുരോഹിതൻ, പ്രധാന പുരോഹിതന് മാത്രം കയറാൻ പ്രവേശനമുണ്ടായിരുന്ന അതിവിശുദ്ധ സ്ഥലം സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതവുമായിരുന്നു. പ്രധാന പുരോഹിതനെയും ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തെയും സൂചിപ്പിക്കുന്ന പ്രതീകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് വഴി വായനക്കാരായ നമ്മൾ ഈ സ്ത്രീ ജെറുസലേമാണ് എന്ന് മനസ്സിലാക്കണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്ത്രീ ധൂമ്രവും കടിഞ്ഞുവപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതയുമായിരുന്നു. വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻ ചഷകം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. മ്ലേച്ഛത എന്നതിന് അബോമിനേഷൻ എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. ഇത് ഗ്രീക്കിൽ യോഹന്നാൻ ഉപയോഗിക്കുമ്പോൾ ഈ വാക്ക്, ഈ അബോമിനേഷൻ എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം വരേണ്ടത് അൺക്ലീൻ, അശുദ്ധം എന്ന അർത്ഥമാണ്. എന്ന് വെച്ചാൽ ശുദ്ധിയില്ലാത്തത്, അശുദ്ധമായത്, സ്പർശിക്കാൻ പാടില്ല എന്ന് യഹൂദർ നിയമമൂലം അവർക്ക് കൽപ്പിക്കപ്പെട്ടിരുന്നത്. മ്ലേച്ഛത അല്ലെങ്കിൽ അശുദ്ധി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നതിന് ഈ റോമാക്കാരെന്ന വിജാതീയരെ അശുദ്ധരെന്നാണ് യഹൂദർ കരുതിയിരുന്നത് എന്ന് നമുക്ക് അറിയാം. അങ്ങനെ അശുദ്ധരെന്ന് അവർ കരുതിയിരുന്ന വിജാതീയരുമായുള്ള ക്രിസ്തുവിനെതിരായി യഹൂദർ രൂപപ്പെടുത്തിയ ആ ബന്ധത്തെ സൂചിപ്പിക്കാനാണ് ഈ മ്ലേച്ഛതകളും അശുദ്ധികളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻ ചഷകം അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്ന പ്രയോഗം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. 5-ാമത്തെ വാക്യം, അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢ നാമം എഴുതപ്പെട്ടിരുന്നു, മഹാബാബിലോൺ, വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. അവളുടെ നെറ്റിത്തടത്തിലെ പേര് ബാബിലോൺ ദ ഗ്രേറ്റ്, മഹാബാബിലോൺ. ഈ പ്രയോഗം ബൈബിളിൽ ആദ്യം ഉപയോഗിക്കുന്നത് നെബുക്കദ്നേസർ രാജാവാണ്, ബാബിലോണിൻ്റെ സാമ്രാജ്യാധിപതി. ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ദാനിയേൽ 4:27 ബാബിലോൺ എന്ന മഹാനഗരം, മഹതിയാം ബാബിലോൺ. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ 5 സവിശേഷതകളുള്ള ഏത് സിസ്റ്റത്തെയും വിളിക്കാവുന്ന പേരാണ് ബാബിലോൺ. അത് ഈജിപ്ത് എന്ന ദൈവജനത്തെ പീഡിപ്പിച്ച സാമ്രാജ്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാം. ബാബിലോണിനെ, അതുപോലെ തന്നെ അസീറിയയെ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തെ ഒക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ 5 പ്രത്യേകതകളുള്ള ഏത് വ്യവസ്ഥിതിയും ബാബിലോണാണ്. അങ്ങനെ വരുമ്പോൾ കറപ്റ്റായ, മലിനമായ ഒരു സഭയെയും വേണമെങ്കിൽ നമുക്ക് ബാബിലോൺ എന്ന് വിളിക്കാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ച 5 സവിശേഷതകളും ധ്യാന വിഷയമാക്കിയാൽ നമുക്ക് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒരു കാലത്ത് ദൈവം തിരഞ്ഞെടുത്ത ജെറുസലേമിന് പറ്റിയ ദുർവിധി ഉണ്ടാകാതിരിക്കാൻ അത് സഹായിക്കും. ബാബിലോണായി മാറാതിരിക്കാൻ സഭയ്ക്ക് അതൊരു സംരക്ഷണ കവചം തീർക്കും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ പാഠം കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. ദൈവജനത്തിന് സത്യത്തിൽ 2 യാത്രകളാണ് ബൈബിൾ പ്രകാരമുള്ളത്. ഒന്ന്, ആദ്യത്തെ യാത്ര ഈജിപ്തിൽ നിന്ന് കാനാനിലേക്ക്, അടിമത്തത്തിൻ്റെ മണ്ണിൽ നിന്ന് വാഗ്ദത്തത്തിൻ്റെ മണ്ണിലേക്ക്. ക്രിസ്തീയ ജീവിതത്തിൽ അത് സൂചിപ്പിക്കപ്പെടുന്നത് മാമോദീസായെയാണ്. പാപത്തിൻ്റെയും പിശാചിൻ്റെയും ആധിപത്യത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ജലത്താലും ആത്മാവിനാലും ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ നയിക്കപ്പെട്ട് സ്വർഗീയ ജീവിതത്തിൻ്റെ ഉറപ്പ് ലഭിക്കുന്ന ക്രിസ്തീയ ജീവിതത്തെ സൂചിപ്പിക്കുന്നതാണ് ആദ്യത്തെ യാത്ര. ഇങ്ങനെ വാഗ്ദത്ത നാട്ടിലെത്തിയ, സ്വർഗത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുന്ന ഒരു ജനം പിന്നീട് രണ്ടാമത് ഒരു ബാക്ക് സ്ലൈഡിങ്, ഒരു പിന്നോട്ട് നടക്കുന്നതാണ് ബാബിലോൺ പ്രവാസം ബൈബിളിൽ. അപ്പോൾ 2ാമത്തെ യാത്ര എന്ന് പറയുന്നത് അങ്ങനെ ബാബിലോണിലേക്ക് അല്ലെങ്കിൽ ലോകത്തിലേക്ക്, ലൗകികതയിലേക്ക്, ലോകം ഓഫർ ചെയ്യുന്ന മോഹങ്ങളിലേക്കൊക്കെ വഴുതിപ്പോയ ദൈവത്തിൻ്റെ ജനം വീണ്ടും യഥാർത്ഥ ജെറുസലേമിലേക്ക് മടങ്ങിയെത്തുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിലെ 2ാമത്തെ യാത്ര. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അറിയണം, ആദ്യത്തെ യാത്ര കുറെ കൂടി എളുപ്പമാണ്, ഈജിപ്തിൽ നിന്ന് കാനാനിലേക്ക്. 2ാമത്തെ യാത്രയാണ് പ്രയാസം. ചരിത്രം പരിശോധിച്ചാൽ എസ്രായുടെയും നെഹമിയായുടെയും സെറുബാബേലിൻ്റെയും കാലത്ത് ബാബിലോണിൽ നിന്ന് മടങ്ങി വരാൻ ദൈവം ആഹ്വാനം കൊടുക്കുമ്പോൾ
നിങ്ങൾ ബൈബിളിൽ എസ്രാ നെഹമ്യ ഗ്രന്ഥങ്ങൾ വായിക്കണം. അവിടെ കാണാൻ പറ്റും അനേകം പേര് ബാബിലോണിൽ നിന്ന് മടങ്ങി വരാൻ തയ്യാറായിരുന്നില്ല. കാരണം 70 വർഷത്തെ പ്രവാസം കൊണ്ട് അവർ ബാബിലോണിനോട് സ്വാഭാവികമല്ലാത്ത ഒരു താതാത്മ്യപ്പെടൽ നടത്തുകയും ബാബിലോണിനോട് ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒട്ടിച്ചേരുകയും ചെയ്ത് രൂപപ്പെട്ട ഒരു ബാബിലോൺ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ അവരപ്പോൾ തയ്യാറായിരുന്നില്ല. 70 കൊല്ലം കൊണ്ട് ബാബിലോണിൽ കച്ചവടം ആരംഭിക്കുകയും സെറ്റിലാവുകയും ചെയ്ത യഹൂദ ജനതയ്ക്ക് തങ്ങളുടെ വാഗ്ദത്ത നാടിനേക്കാൾ അപ്പോൾ പ്രിയങ്കരമായി തോന്നിയത് ബാബിലോണിൻ്റെ സന്തോഷങ്ങളായിരുന്നു. ഭയാനകമായ ഒരു പ്രതീകാത്മകമായ സൂചന ബൈബിൾ അതിനകത്ത് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ലോകം അത്രമേൽ ആകർഷണ ശക്തിയുള്ളതാണ്. ലോകമെന്ന ബാബിലോൺ അത്രയും സെഡക്റ്റീവായ ഒരു ഡീമോണിക് ഫോഴ്സാണ്. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഭാഗമായ ഒരു ആത്മാവിന് ഈ ലൗകികത എന്ന ബാബിലോണിലേക്ക് വഴുതി വീഴാൻ അത്രയും എളുപ്പത്തിൽ തെന്നി വീഴുന്ന വഴുക്കുന്ന ഒരു വരമ്പാണത്. അതിലേക്ക് വീഴാതിരിക്കാൻ അസാധാരണമായ ഒരു ആത്മീയ മെയ്വഴക്കം നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്, ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കണ്ണിമ ചിമ്മാതെ ശ്രദ്ധയോടെയുള്ള ഒരു ആത്മീയ ജീവിതത്തിൻ്റെ നടത്തം മാത്രമേ ഈ ബാബിലോൺ എന്ന ലൗകികതയുടെ കുഴിയിലേക്ക് വീഴാതിരിക്കാൻ നമ്മളെ സഹായിക്കൂ. ഇനി ഒരിക്കൽ ഈ ബാബിലോണിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു വരാനുള്ള ആഗ്രഹമില്ലാതാകും എന്നതാണ് ഈ ബാബിലോണിൻ്റെ ആ ഭയാനകമായ വശീകരണ ശക്തി, ആ വേശ്യയുടെ ആകർഷണ ശക്തി. എനിക്ക് തോന്നാറുണ്ട് ഇന്ന് സഭ നടത്തേണ്ട യാത്ര ഈജിപ്തിൽ നിന്ന് കാനാനിലേക്കുള്ള യാത്രയല്ല, മറിച്ച് ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. അവിടെ നമുക്ക് പല കാര്യങ്ങളും ഉച്ഛിഷ്ടം പോലെ കരുതേണ്ടി വരും. ലോകം വലുതല്ല എന്ന് ഹൃദയം കൊണ്ട് സമ്മതിക്കേണ്ടി വരും. ലോകം വെച്ച് നീട്ടിയ സന്തോഷങ്ങളോട് വേണ്ട എന്ന് പറയേണ്ടി വരും. ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം കൂടി സൂചിപ്പിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ബാബിലോണിന് തകർക്കപ്പെടുക എന്നതല്ലാതെ മറ്റൊരു സാധ്യതയില്ല. എല്ലാ ബാബിലോണുകളും ആത്യന്തികമായി ഇല്ലാതാവും, തകർക്കപ്പെടും. യെശയ്യാ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം സമയം കിട്ടുമ്പോൾ വായിക്കുക. യെശയ്യാ 13, 19, 20. അത് യെശയ്യാ പ്രവാചകൻ ബാബിലോണിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചതാണ്. ബാബിലോൺ ഒരിക്കലും പണിതുയർത്തപ്പെടില്ല, പുനരുദ്ധരിക്കപ്പെടില്ല എന്ന് പ്രവാചകന്മാർ ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ ഒരു സാമ്പിളാണ് യെശയ്യാ 13, 19, 20. ഇന്ന് നിങ്ങൾ ഇറാഖിൽ ബാബിലോൺ അന്വേഷിച്ച് പോയാൽ അത് പൊടിയും ചെളിയും കല്ലും കൂനകളും നിറഞ്ഞ കുറുനരികളും കാട്ടുമൃഗങ്ങളും കാട്ടുപക്ഷികളും വിഹരിക്കുന്ന അവരുടെ വിഹാര രംഗമായി മാറിയ, മനുഷ്യൻ കടന്നു ചെല്ലാൻ മടിക്കുന്ന ഒരു കുപ്പക്കൂനയായി മാറി എന്നതാണ് ചരിത്രം അവശേഷിപ്പിക്കുന്ന നമ്മുടെ അബോധങ്ങളിൽ നിന്ന് പോലും മാഞ്ഞു പോകരുതാത്ത മഹത്തായ പാഠങ്ങളിൽ ഒന്ന്. ബൈബിളിലെ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ തന്നെ ബാബിലോൺ പിന്നീട് പുനരുദ്ധരിക്കപ്പെട്ടില്ല. 2-ാം നെബുക്കദ്നേസർ എന്ന് സ്വയം അവകാശപ്പെട്ട ഒരു രാജാവുണ്ടായിരുന്നു. പേര് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അദ്ദേഹത്തിൻ്റെ പേര് സദാം ഹുസൈൻ എന്നാണ്. 2-ാം നെബുക്കദ്നേസർ എന്ന് സ്വയം വിളിച്ചുകൊണ്ട് അയാൾ ഈ ബാബിലോണിനെ പുനരുദ്ധരിക്കാൻ ശ്രമിച്ചതിൻ്റെ ചരിത്രം വായിക്കുന്നത് കൗതുകകരമാണ്. അയാൾക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പുരാതനമായ ബാബിലോണിനെ, അതിൻ്റെ അവശിഷ്ടങ്ങളെ ഭൂഗർഭ ഗവേഷകർക്ക്, ആർക്കിയോളജിസ്റ്റുകൾക്കൊക്കെ, പുരാവസ്തു ഗവേഷകർക്കൊക്കെ കണ്ടുപിടിക്കാൻ അസാധ്യമാകുന്ന വിധത്തിൽ അയാൾ അതിനെയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്ന ആരോപണം കൂടി ആർക്കിയോളജിസ്റ്റുകൾ ഉന്നയിക്കുന്നുണ്ട്. എല്ലാം തകർക്കപ്പെട്ട് കിടക്കുകയാണ് അവിടെ ഇന്ന്. സദാം ഹുസൈന് ദൈവവചനത്തിൻ്റെ പ്രവചനങ്ങൾക്ക് അപ്പുറത്തേക്ക് ബാബിലോണിനെ പുനർനിർമ്മിക്കാൻ സാധിച്ചില്ല എന്ന ചരിത്രത്തിലെ ആ മായാത്ത പരാജയത്തിൻ്റെ കറ നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം. ഒരിക്കലും പണിതുയർത്താൻ കഴിയാത്തതുപോലെ എല്ലാ ബാബിലോണുകളും തകർക്കപ്പെടുക തന്നെ ചെയ്യും. പുരാവസ്തു ഗവേഷകർ, ആർക്കിയോളജിസ്റ്റുകൾ ബാബിലോണിൽ അന്തിയുറങ്ങാറില്ല എന്ന ഒരു വായന കൂടി ഞാൻ കണ്ടു. കാരണം പൈശാചിക ശക്തികളുടെ വിഹാരരംഗമാണ് എന്ന് തദ്ദേശവാസികൾ വിശ്വസിക്കുന്നത് കൊണ്ട് പുരാവസ്തു ഗവേഷണത്തിന് വരുന്ന ആളുകൾ പകല് മാത്രം അവിടെ ജോലി ചെയ്തിട്ട്
അന്തിയാകുമ്പോൾ നഗരങ്ങളിലേക്ക് മടങ്ങിപ്പോകും, അവിടെ താമസിക്കാറില്ല എന്നുകൂടി ഞാൻ ഒരു വായനയിൽ നിന്ന് മനസ്സിലാക്കി. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നാളെ മനുഷ്യൻ അറയ്ക്കുന്ന, മനുഷ്യൻ ഭയപ്പെടുന്ന, മനുഷ്യൻ വരാൻ മടിക്കുന്ന ബാബിലോണുകളായി നമ്മൾ ദൈവജനം മാറാതിരിക്കേണ്ടതിന് ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക്, ലോകത്തിൽ നിന്ന് ദൈവത്തിലേക്ക് നമുക്കൊരു മടക്കയാത്രയ്ക്ക് സമയമാവുന്നു. അതിനി അധികം സമയം ഇല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ ദൈവം സഹായിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.